ലെഡ്ജറോട് ഒരുമിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് 2017 December 1 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 75,000. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി നമുക്കറിയാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് നറേഷൻ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായി എഴുതി നമുക്ക് 2017 December 1 ഡേറ്റ് കൊടുത്ത് ഡെബിറ്റ് കോളത്തിൽ 75,000, ക്രെഡിറ്റ് കോളത്തിൽ 75,000. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. ജേർണൽ എൻട്രീസ് എന്നുള്ള ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ജേർണലിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് പർട്ടിക്കുലേഴ്സ് കോളം മാത്രം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടായിരിക്കണം അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. അത് December 7 ആണ് ഡേറ്റ്. അപ്പോൾ December 7 എന്ന് ഡേറ്റ് ഇട്ടിട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, എന്നിട്ട് ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷ് 10,000. അപ്പോൾ ജേർണൽ എൻട്രീസ് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം എഴുതാനായിട്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ലെഡ്ജറാണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുമ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് എന്നൊരു ജനറൽ ഹെഡിങ് ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ജേർണൽ എൻട്രിയിൽ വന്നിരിക്കുന്ന ഓരോ അക്കൗണ്ട്സിനും നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ബോക്സസ് ആയിട്ട് വരച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര ലെഡ്ജർ അക്കൗണ്ട് ഈ ഒരു ക്വസ്റ്റിന് വരയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഉണ്ട്. ഫസ്റ്റ് ജേർണൽ എൻട്രി, അതായത് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, അതിന് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആദ്യം 2 ലെഡ്ജർ അക്കൗണ്ട് ആവശ്യം വരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 ലെഡ്ജർ അക്കൗണ്ട്സ് ആവശ്യമുണ്ട്. ഈ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്, നമുക്ക് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ട് മാത്രം ഇത്തിരി വലിയ അക്കൗണ്ട് എപ്പോഴും വരയ്ക്കണം. ഒരു ഹാഫ് പേജ് എന്തായാലും വേണം, കാരണം കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുന്നത് ക്യാഷ് അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും ഒക്കെ ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ചെറിയൊരു അക്കൗണ്ട് വരച്ചാൽ മതി, 2 or 3 ഐറ്റം എഴുതാനുള്ള ഒരു ബോക്സ്, അത്രയും വരച്ചാൽ മതിയോ. അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതെങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് കണ്ടില്ലേ, ക്യാഷ് അക്കൗണ്ടാണ് ഉള്ളതിൽ ഇത്തിരി വലിയ അക്കൗണ്ടായിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഇത്രയും വലിപ്പം മതിയാവും. അപ്പം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു വലിപ്പത്തിൽ വരച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ആ മെഷർമെൻറ്റ് നോക്കണം അക്കൗണ്ട്സിൻ്റെ. പിന്നെ അപ്പോൾ ആദ്യത്തെ 2 അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് പർച്ചേസ് അക്കൗണ്ട്, അടുത്ത അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വരയ്ക്കണം. നമ്മൾ ഒരിക്കൽ വരച്ച അക്കൗണ്ട് നമ്മൾ വീണ്ടും ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കത്തില്ല. ആ സെയിം അക്കൗണ്ടിൽ ആ ട്രാൻസാക്ഷൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതായത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് അത് എഴുതി കൊടുക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇനി നെക്സ്റ്റ് പോകുന്നത് ശ്രുതി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ശ്രുതി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല, അതൊരു പാർട്ടിയുടെ സ്വാതി അക്കൗണ്ട്. സ്വാതി എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല, അതൊരു പാർട്ടിയുടെ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ 4 വരയ്ക്കേണ്ടതാണ്. സെയിൽസ് നമ്മൾ വരച്ചിട്ടില്ല, അപ്പോൾ അതും വരയ്ക്കണം. ലെഡ്ജർ അക്കൗണ്ട് നമ്പർ 5. നെക്സ്റ്റ് ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ ഇതുവരെ വരച്ചിട്ടില്ല. ലെഡ്ജർ അക്കൗണ്ട് നമ്പർ 6. ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ടിക്ക് ചെയ്തു. ഇനി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വാതി അക്കൗണ്ട്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അതായത് ഇവിടെ ഇനി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതിയുടെ ഇനി നമുക്കൊന്നും കിട്ടത്തില്ല. 4,000 കിട്ടി, നമ്മൾ ഫുള്ളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ശരിക്കും സ്വാതിയുടെ കയ്യിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് 5,000 റുപ്പീസാണ്, കാരണം നമ്മൾ സെയിൽസ് നടത്തിയത് 5,000 ആണ്. അപ്പോൾ 5,000 റിസീവ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമുക്ക് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ബാലൻസ് എത്രയാണോ ഉള്ളത് അതിനെ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ള അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അതിലോട്ടങ്ങ് എഴുതിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ഈ ഫുൾ സെറ്റിൽമെൻറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജേർണൽ എൻട്രി അങ്ങനെ തന്നെ വരും. ഇനി ലെഡ്ജറിലേക്ക് പോവുകയാണെങ്കിൽ ലെഡ്ജർ ക്യാഷ് അക്കൗണ്ടിന് വരച്ചിട്ടുണ്ട്, അപ്പോൾ അതിനി വരയ്ക്കേണ്ട. ഇപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 6, 7 ഡിസ്കൗണ്ട് അലൗഡിന് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. സ്വാതിക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി വരയ്ക്കേണ്ട, ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. സെയിൽസിൻ്റെ സമയത്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് 7. നെക്സ്റ്റ് 1, 8 റെൻ്റ് അക്കൗണ്ട് വരച്ചിട്ടില്ല, അത് വരയ്ക്കണം. പിന്നെ ക്യാഷ് അക്കൗണ്ട് അത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 1 സാലറി അക്കൗണ്ട് ടു ക്യാഷ്, സാലറി പെയ്ഡ്. അപ്പോൾ ഇത് 9 സാലറി അക്കൗണ്ട് നമുക്ക് വരച്ചു കൊടുക്കണം. ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 9 ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 9 ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്കിതിൽ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ
ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ 1 2 3 നമ്പർ ഇട്ടേക്കുന്ന ഓർഡറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് എല്ലാം വരച്ചിടണം. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, സ്വാതി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ഫുള്ളായിട്ട് വരച്ചിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ട്രാൻസാക്ഷനായിട്ട് അക്കൗണ്ട്സിലേക്ക് എടുത്ത് എഴുതാൻ പോവുകയാണേ. അതിനു മുമ്പ് ലെഡ്ജറിൻ്റെ പ്രോപ്പർ ഫോർമാറ്റ് കൂടെ പറയാം. ലെഡ്ജറിൻ്റെ പ്രോപ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്താണ് അക്കൗണ്ടിൻ്റെ പേര്, അക്കൗണ്ടിൻ്റെ പേര് എഴുതിയിട്ട് അക്കൗണ്ട് എന്നും കൂടെ എഴുതണം. ക്യാഷ് അക്കൗണ്ട് ആണ് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് എഴുതിയിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് അത് ഇടാൻ മറന്നു പോകരുത്. ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ മുകളിൽ ഡെബിറ്റും ക്രെഡിറ്റും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെബിറ്റ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റ്, അങ്ങനെ കൊടുക്കണം. പിന്നെ ഉള്ളത് 2017 December 1. അങ്ങനെ 1 by 1 ആയിട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് എഴുതി പോവാം. ആദ്യം ഇയർ എഴുതുക, പിന്നെ ഡേറ്റ് എഴുതുക. പിന്നെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമുക്ക് എഴുതാനുള്ളത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ എമൗണ്ട്. ഇത് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലും എഴുതണമെന്നില്ല. ഒരു പേജിൽ ആദ്യം വരയ്ക്കുന്ന ലെഡ്ജർ അക്കൗണ്ടിനകത്ത് എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു പേജിൽ 2 ലെഡ്ജർ അക്കൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് മാത്രമേ ഞാൻ ആ റോയിൽ ഫസ്റ്റ് റോയിൽ ഹെഡിങ്സ് എഴുതിയിട്ടുള്ളൂ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് വണ്ണിൽ എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വണ്ണിന് എഴുതിയാലും മതി. ബട്ട് ഡെബിറ്റും ക്രെഡിറ്റും മാക്സിമം ഇട്ട് കൊടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ അതാണ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ മെയിൻ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി നമുക്ക് പോസ്റ്റിംഗ് നോക്കാം.